പ്രൈസ് ദി ലോർഡ്. ക്രിസ്തേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തീയ വന്ദനം. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തോടും ഭാരത്തോടും വേദനയോടും കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടെയും തകർച്ചയിൽ കൂടെയും കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ആശ്വാസകനായ കർത്താവ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായ കർത്താവ്, മറ്റുള്ളവരെയൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരെയൊക്കെ നമ്മെ അറിയുന്ന, നമ്മുടെ ഭാരങ്ങൾ എത്ര കഠിനമായ ഭാരങ്ങളാണെങ്കിലും അതൊക്കെയും അറിയുന്ന ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമുക്കിന്ന് പകൽക്കാലം ഈ വൈകാറായ സമയം നമുക്കായിരിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് നമ്മുടെ ക്രൈസ്റ്റ് മീഡിയ നമ്പർ നിങ്ങൾ ഷെയർ ചെയ്താൽ നിശ്ചയമായും അടിയം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് നിശ്ചയമായും വിടുതലുകളെ അയക്കുവാനിടയാകും. നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചന പുസ്തകം 60-ാം അധ്യായം അതിന്റെ 19-ാം വാക്യമാണ്. ഇങ്ങനെ പറയുകയാണ്: ഇനി പകൽ നേരത്ത് വെളിച്ചം നിനക്ക് നൽകുന്നത് സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം നൽകുന്നതും ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവവും നിന്റെ തേജസ്സുമായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, പകൽ നേരത്ത് വെളിച്ചം സൂര്യനല്ല. നോക്കുക പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ജീവിതത്തിന്റെ തുടക്കകാലങ്ങൾ ആയിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഘട്ടങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച്, മറ്റുള്ളവരുടെ നന്മകൾ അനുഭവിച്ച്, മറ്റുള്ളവരിൽ നിന്ന് അവരുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിച്ച് ജീവിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇവിടെ പറയാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾക്ക് ഈ ഭൂമിയെ എല്ലാം പ്രകാശിക്കുന്ന സൂര്യനാണ്. അല്ലെങ്കിൽ എന്നാ പറയുകയാണ്, ഇനി സൂര്യൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ വെളിച്ചം ആരായിരിക്കും? കർത്താവായിരിക്കും. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ഉണ്ടോ അല്ലെങ്കിൽ കൂടെ ഒരാൾ ഉണ്ടെന്നല്ല, മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുവാനുള്ളവരല്ല. നമ്മൾ ദൈവമക്കൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ എന്തെങ്കിലും കിട്ടും, അവരെനിക്ക് എന്തെങ്കിലും തരുമോ, എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുമ്പോൾ അവർക്ക് എനിക്ക് എന്തെങ്കിലും നൽകുമോ, അല്ലെങ്കിൽ അവരിൽ ഒരു കരുണ എനിക്ക് ലഭിക്കുമോ എന്നൊക്കെ ആലോചിക്കുന്നവരായിരിക്കണം. മക്കൾ എന്തെങ്കിലും നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ മക്കളുടെ ജോലി ചെയ്യുന്ന ശമ്പളത്തിൽ നിന്ന് എനിക്ക് അവർ വല്ലതും നൽകും ഹല്ലേലൂയ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നവരായിരിക്കും. എന്നാൽ ഇവിടെ പറയുകയാണ്, പകൽ നേരമുണ്ട്, ഒരു രാത്രി സമയമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ ഉണ്ട്. വെളിച്ചമുള്ള സമയങ്ങളുണ്ട്, ചിലപ്പോൾ വെളിച്ചമില്ലാത്ത സമയങ്ങളുണ്ട്. ഇരുട്ടിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകാം, പ്രതിസന്ധിയിലൂടെ കടന്നു പോകാം, രോഗദുഃഖങ്ങളുടെ മനോവിഷമങ്ങളിലൂടെ കടന്നു പോകാം. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, നീ പകൽ നേരത്ത് നിനക്ക് വെളിച്ചം സൂര്യൻ തന്നിട്ടുണ്ട്. അതെ, നിലാവട്ടവും ഇരുട്ടിന്റെ സമയത്ത് ചെറിയ പ്രകാശമായി ഹല്ലേലൂയ ചന്ദ്രൻ നൽകിയിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് ഒതുങ്ങുകയല്ല, നിനക്ക് വെളിച്ചം ഇനി നൽകുന്നത് യഹോവയായ കർത്താവാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിത്യപ്രകാശമായിരിക്കും. അതേ, മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ സൂര്യന്റെ പ്രകാശം കുറഞ്ഞു പോയേക്കാം, അല്ലെങ്കിൽ രാത്രിയിലും ചന്ദ്രന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയേക്കാം. എന്നാൽ ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്, യഹോവ നിന്റെ നിത്യപ്രകാശം, എന്നേക്കുമുള്ള പ്രകാശം ആയിരിക്കും. ഹല്ലേലൂയ. അവൻ നിന്റെ ദൈവമായിരിക്കും, നിന്റെ തേജസ്സായിരിക്കും, എന്നേക്കും. ഹല്ലേലൂയ. നിങ്ങളെ വെളിച്ചത്തിൽ നിർത്തുവാൻ, സന്തോഷത്തിൽ നിർത്തുവാൻ, എന്നേക്കും നിങ്ങളുടെ അകത്തിന് പ്രകാശം നൽകുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ അകത്തും വസിക്കുവാൻ ഇടയായിരിക്കും. ഇവിടെ പറയുകയാണ്, പ്രതിസന്ധി ഘട്ടങ്ങൾ, പ്രയാസ ഘട്ടങ്ങൾ, ജീവിതത്തിന്റെ കയ്പിന്റെ അനുഭവങ്ങൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന തന്റെ ജനത്തോട് പറയും, മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരെ, ഞാൻ മക്കൾക്ക് ആർക്കും ഒരു ഭാരമായി തീരല്ലേന്ന് കരയുന്ന, കണ്ണുനീര് പൊഴിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ പറയുകയാണ് ഇവിടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിന്റെ വെളിച്ചത്തിന്റെ അത്യന്തമായ ഉറവിടം ദൈവ ജനത്തിന് സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, സൂര്യന്റെയും ചന്ദ്രനും താൽക്കാലികമായ വെളിച്ചത്തിന് പകരം ദൈവം തന്റെ ജനത്തിന് നിത്യ വെളിച്ചമായിരിക്കും. അവിടെ അകത്ത് വലിയ സന്തോഷ സമാധാനത്തിന്റെയും അവസ്ഥയെ കൊണ്ടുവരും. ഹല്ലേലൂയ. വലിയ പ്രശ്നങ്ങളുണ്ട്, ദുഃഖങ്ങളോടെ കടന്നു പോകുന്നതൊക്കെ ഇനി അപ്രത്യക്ഷമായി പോകും. പ്രവാസത്തിന്റെ അനുഭവങ്ങൾ കൂടെ കടന്നു പോലുണ്ട്. പ്രവാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മെ അടിമപ്പെടുത്തി ഒന്നിനും നമുക്കൊരു നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കാൻ കഴിയാതെ നമ്മളെ ഞെരുക്കിക്കളുന്ന അനുഭവങ്ങൾ ഇവിടെ പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം ഒരു പ്രത്യാശ നൽകുകയാണ്. ഒരു പുതുക്കം നൽകുക, ഒരു ദൈവിക വാഗ്ദത്തം കർത്താവ് നിങ്ങൾക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക്
ദൈവം നിത്യപ്രകാശമായിരിക്കും. അല്ലെ, നിങ്ങളുടെ വെളിച്ചമായിരിക്കും കർത്താവ്. അതേ, വിലാപത്തിന്റെ നാളുകൾ അവസാനിച്ചു കേട്ടോ. വിലാപത്തിന്റെ നാളുകൾ അവസാനിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിങ്ങളെ, അല്ലെ, നിങ്ങൾ തനിച്ച് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, കർത്താവ് നിങ്ങളോട് വസിക്കുവാൻ ഇടയായിത്തീരും. അല്ലെ, ദൈവം നിങ്ങൾക്ക് സന്തോഷം നൽകുവാൻ ഇടയായിത്തീരും. ദൈവിക സമാധാനത്തിൽ ആമേൻ നിങ്ങൾ വസിക്കുവാൻ ഇടയായിത്തീരും. സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി അനുഭവങ്ങളെ പ്രവർത്തിക്കാൻ. പ്രിയപ്പെട്ടവരെ, ആമേൻ, ഹാലിൽ കരയുന്ന പ്രിയപ്പെട്ടവരെ, വേദനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് വരാറായി. പ്രിയപ്പെട്ടവരെ, എന്റെ കണ്ണുനീര് നാളുകൾ അവസാനിക്കാറായി. ഇന്നത്തെ കഷ്ടത അനുഭവം അവസാനിക്കാറായി. ഹല്ലേലൂയ. മറ്റുള്ളവർ നിങ്ങളെ ഞെരുക്കിക്കളയുന്നത്, ശത്രു നിങ്ങളെ ഞെരുക്കിക്കളഞ്ഞത്, നിങ്ങളെ ദുഷിച്ചത്, നിങ്ങളെ, ഹല്ലേലൂയ, തകർത്ത് കളയാൻ ശ്രമിക്കുന്നതെല്ലാം അവന്റെ കയ്യിൽ നിന്ന് അവൻ എന്ത് ചെയ്യുക? കർത്താവ്, അല്ലെങ്കിൽ ശത്രുവിനെ തോൽപ്പിച്ച് അവൻ നിങ്ങളുടെ അവകാശങ്ങളെ ദൈവം നിങ്ങൾക്ക് മടക്കി നൽകാൻ പോവുക. അവൻ നിങ്ങൾക്ക്, ഹല്ലേലൂയ, സ്വന്തമായ നന്മകളെ, സ്വന്തമായ അവകാശങ്ങളെ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകും. നിങ്ങളുടെ ഭാവി പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവരെ, ഹല്ലേലൂയ, സമാധാനം നഷ്ടപ്പെട്ടു പോയവരെ, കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ സമാധാനം ഞാൻ എന്റെ സമാധാനത്തെ നൽകുകയാണ്. ഹല്ലേലൂയ. കർത്താവ്, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിങ്ങളുടെ വിലാപത്തിന്റെ അവസ്ഥകളെ മാറ്റും. നിങ്ങളുടെ നൃത്തത്തെ കൊണ്ടുവരും. ആ സന്തോഷം ആനന്ദിക്കത്തക്കവണ്ണം ഒരു ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനും. അതുകൊണ്ട് കരയുന്നവരെ നിങ്ങൾ കരയേണ്ട. അതേ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുന്നു. ഹല്ലേലൂയ. കരയുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കർത്താവ് വലിയവ ചെയ്യുന്നു. അതേ, നിങ്ങൾ സന്തോഷിക്കുവാൻ സമയമായി. കരയുന്നവരെ നിങ്ങൾ സന്തോഷിക്കുന്ന സമയമായി. അല്ലെ, കർത്താവ് നിങ്ങളുടെ നിത്യ വെളിച്ചമായി നിൽക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം.